കോൺഗ്രസ് പാർട്ടിയുടെ സമ്മർദ്ദം കൊണ്ടാകാം അനിൽ ആന്റണി പരാജയപ്പെടുമെന്ന പരാമർശം എ.കെ. ആന്റണി നടത്തിയതെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. എ.കെ. ആന്റണിയുടെ സത്യസന്ധതയിൽ തനിക്ക് സംശയമില്ല. വോട്ടെടുപ്പിന് മുൻപ് അനിൽ ആന്റണി എ.കെ. ആന്റണിയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങണമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. കാഞ്ഞിരപ്പള്ളിയിൽ എൻ.ഡി.എ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രാജ്നാഥ് സിംഗ്. കാഞ്ഞിരപ്പള്ളിയിൽ എൻ.ഡി.എ പ്രവർത്തകർ ഊഷ്മളമായ സ്വീകരണമാണ് രാജ്നാഥ് സിംഗിന് നൽകിയത്. മലയാളത്തിലാണ് രാജ്നാഥ് സിംഗ് പ്രസംഗം ആരംഭിച്ചത്. മലയാളം മനോഹരമായ ഭാഷയെന്ന് വിശേഷണം. സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം. Brothers and sisters, I am unable to deliver my speech in Malayalam. No doubt, Malayalam language is very beautiful language. അനിൽ ആന്റണിയെ പിന്തുണയ്ക്കാൻ എ.കെ. ആന്റണിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ ആന്റണിയുടെ അടിസ്ഥാനപരമായ വികാരം അനിൽ ആന്റണിക്കൊപ്പമായിരിക്കുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. हर के बावजूद एंटनी जी से कहना चाहूंगा कि अनिल एंटनी आपके सन हैं. आप उनके फेवर में वोट भले ही न कास्ट करें, आप अनिल एंटनी के फेवर में भले ही कन्वेंशन न करें, क्योंकि आप बहुत एक प्रिंसिपल वाले व्यक्ति हैं. लेकिन एक फादर होने के कारण मैं आपसे रिक्वेस्ट करना चाहता हूं, आपकी ब्लेसिंग तो बराबर अनिल एंटनी के साथ होनी चाहिए. പൗരത്വ ഭേദഗതി നിയമം ആരുടെയും പൗരത്വം റദ്ദാക്കില്ല. വിഷയത്തിൽ കോൺഗ്രസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇക്കുറി ഒരിടത്തും വിജയിക്കില്ല. അറബ് രാജ്യങ്ങൾ അവരുടെ ഏറ്റവും വലിയ ബഹുമതി നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. കേരളത്തിൽ ഇക്കുറി എൻ.ഡി.എ രണ്ടക്കത്തിൽ ഗ്രാൻഡ് ഓപ്പണിംഗ് നടത്തുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. റിപ്പോർട്ടർ, പത്തനംതിട്ട.